ഹായ് ഗൈസ് യു ഗൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തോൽവി FC എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഞാൻ കണ്ടു. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പക്ക ഒരു ഫാമിലി മൂവി, നിങ്ങൾക്ക് ജസ്റ്റ് മക്കളൊക്കെ ആയിട്ട് ജസ്റ്റ് പോകാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണ്. കോമഡി ഒക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ അവിടെ ഇവിടെ എനിക്ക് കണക്റ്റായി. ചില സ്ഥലത്തൊക്കെ എനിക്ക് അങ്ങനെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയില്ല, പക്ഷേ ചിലവരൊക്കെ ചിരിക്കണത് ഞാൻ കേട്ടു. സോ ചിലവർക്കൊക്കെ ചിരിക്കാൻ പറ്റിയൊരു കോമഡി മൂവിയാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫാമിലിയിൽ നടക്കുന്ന കഥയാണ്. സ്റ്റാർട്ടിങ് ആ ഫാമിലി ഫുള്ള് എന്താ പറയുക, ഒന്നും ഒരു ഏൺ ചെയ്യാത്തത്, ഫുള്ളൊരു തോൽവിയായിട്ട് തന്നെ ആ പേരിൽ പോലെ തന്നെ ഒരു ജസ്റ്റ് തോൽവിയായിട്ടുള്ളൊരു ഫാമിലി. പിന്നെ ലാസ്റ്റിലേക്ക് എൻഡിലേക്ക് സ്വാഭാവികമായിട്ടും അതൊരു നല്ലൊരു രീതിയിൽ കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് പടമാണ്. അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ജസ്റ്റ് കാണാം. ഹോം പോലെ ഭയങ്കര അടിപൊളിയൊന്നുമല്ല, ഒരു ആവറേജ് നമുക്കിങ്ങനെ കണ്ടിരിക്കാം, തിയേറ്ററിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം. എനിക്ക് ചില ഭാഗങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ ക്രിഞ്ചായിട്ട് തോന്നി, പക്ഷേ എന്നിരുന്നാൽ പോലും ചില നല്ല ഭാഗങ്ങളുണ്ട്, ഞാൻ ചിരിച്ച ഭാഗങ്ങളുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ എനിക്കൊരു നൈസ് ഫീൽ തോന്നിയ ഭാഗങ്ങളും ഉണ്ട്. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അച്ഛനും അമ്മയും പിന്നെ 2 മക്കളും ഉണ്ട്. ഇതിൽ മൂത്ത മോൻ എന്ന് പറയുന്നത് ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇളയ മോൻ എന്ന് പറയുന്നത് പിള്ളേരെ ഒരു കോച്ചായിട്ട് നടക്കുകയാണ്. ആ കോച്ച് എന്ന് പറഞ്ഞാൽ ഫുള്ള് തോൽവി, അതുവരെ ഒരു ടീമുണ്ട്, ഏത് നേരം തോൽക്കും, അങ്ങനത്തെ ഒരാൾ. മൂത്ത മോൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പച്ച പിടിച്ചില്ല ബിസിനസ്സിൽ. അപ്പോൾ പച്ച പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും കഷ്ടപ്പെടുന്നതാണ്, നല്ലോണം കഷ്ടപ്പെടുന്നത് ആൾ കഷ്ടപ്പെടുന്നത് നമുക്ക് ഇതിൽ കാണാം. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അബദ്ധം പറ്റി അങ്ങനെ മൂത്ത മോൻ്റെ കൂടെ നിൽക്കുകയാണ്, അങ്ങനത്തെ ഒരു രീതിയിലുള്ളതാണ്. അച്ഛൻ എന്ന് പറഞ്ഞ ആളെ ജോണി ആൻ്റണീൻ്റെ ക്യാരക്ടറുണ്ട്, കുരുവിള എന്ന് പറഞ്ഞിട്ട്. എനിക്കെന്തോ ആ ഒരു ക്യാരക്ടർ എനിക്കെന്തോ ഭയങ്കര കണക്റ്റായി, എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. ഈ ഒരു പടം കണ്ടിട്ട് ആ ഒരു ക്യാരക്ടറിന് മാത്രം എനിക്കെന്തോ ആളുടെ പ്രസൻസൊക്കെ എനിക്ക് ഭയങ്കര നൈസായിട്ട് തോന്നി. ആളുടെ ആ ഒരു സ്റ്റോറിയും എനിക്ക് ഭയങ്കര നൈസായിട്ട് തോന്നി. പിന്നെ ഇതിൽ രസം എന്ന് പറഞ്ഞാൽ ഇതിൽ അനിയനായിട്ട് അഭിനയിച്ച ആളുണ്ട്, തമ്പി എന്ന് പറഞ്ഞിട്ട്. ആളാണിതിൽ ജോർജ് കോര, ആളാണിത് ഡയറക്റ്റ് ചെയ്തതും റൈറ്റ് ചെയ്തതും ഇത് അഭിനയിച്ചത് ആൾ തന്നെയാണ്. ആളെ അഭിനയം കുഴപ്പമില്ല, നല്ല രസമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേയൊക്കെ. പിന്നെ ഇതിൽ പുതിയതായി മീനാക്ഷി എന്ന് പറഞ്ഞാൽ ആളുടെ മുന്നത്തെ പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, മറ്റെന്തൊക്കെയോ പരിപാടിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആളെ. മുന്നത്തെ പടത്തിൽ ഏതിലുണ്ടോ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആളുടെ അഭിനയം രസമുണ്ട്, ഒരുവിധം അഭിനയിച്ചവരൊക്കെ നല്ല രസമുണ്ട്. കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർക്കാനുള്ള സീനൊന്നുമില്ല, ജസ്റ്റ് ഒരു സാധാ നോർമൽ മൂവിയാണ്. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും അങ്ങനത്തെ ഓരോ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അവസാന എൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു രസമുള്ള എൻഡിങ്, ഭയങ്കര അടിപൊളിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, രസമുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഫാമിലി ആയിട്ട് ഒന്ന് ചില്ലടിച്ച് കാണാം. 18+ ആയിട്ടുള്ള ജോക്സോ അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ കാണാം. പിന്നൊരു സീനൊക്കെ ഉണ്ട്, എന്താ പറയുക, ഒരു കുട്ടിക്ക് വൈനൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓക്കെ ആണോ എന്ന് എനിക്കറിയില്ല, എനിക്കത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. പിന്നെ വേറെ മോശമായിട്ടുള്ള സീനൊന്നുമില്ല. പിന്നെ ചില സീനിലൊക്കെ എനിക്ക് എവിടേക്കോ ക്രിഞ്ചൊക്കെ അടിച്ചു, പക്ഷേ അതേപോലെ തന്നെ നല്ല സീൻസും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പക്ക ഫാമിലിക്ക് കാണാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണ്. ചെക്കന്മാരൊക്കെ ചില്ലടിച്ച് പോയി കാണാൻ പറ്റിയൊരു മൂവി ഒന്നല്ല. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, നമുക്ക് കാണാം. പിന്നെ ഞാൻ ഗരുഡൻ്റെ ഒന്ന് നോക്കണം, അതും നോക്കിയിട്ട് ഞാൻ റിവ്യൂ ഇടാം. എനിക്ക് തോന്നുന്നു ഗരുഡനായിരിക്കും കുറച്ചും കൂടി ഇതിനെക്കാട്ടും കുറച്ചും കൂടിയും എന്താ പറയുക, ചെക്കന്മാർക്ക് നമുക്കൊക്കെ പറ്റിയ പടം എനിക്ക് തോന്നുന്നത് അതായിരിക്കും തോന്നുന്നു. ഞാൻ അറിയില്ല കേട്ടോ, ഞാൻ റിവ്യൂ കണ്ടില്ല, ഞാൻ പടവും കണ്ടില്ല, അതിനോട് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഇത് മൊത്തം എനിക്ക് പറഞ്ഞാൽ തോൽവി FC എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഒരു ആവറേജ് പടം എന്നേ ഞാൻ പറയുള്ളൂ. ഒരു 5-ലൊക്കെ 3.5 അങ്ങനത്തെ റേഞ്ചിലൊക്കെ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനി നിങ്ങൾ തീരെ പോയി കാണരുത് എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, നമുക്ക് കാണാം.